Hello guys, welcome to my YouTube channel. കോപ്പറേറ്റീവ് സ്റ്റഡി ബഡിയുടെ കോപ്പറേറ്റീവ് ലോയുടെ ക്ലാസ്സാണ് ഇന്ന് ആരംഭിക്കുന്നത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 നമ്മുടെ കേരള സംസ്ഥാനം മുഴുവനായിട്ട് വ്യാപിച്ചിരുന്ന ഒരു ആക്റ്റാണ്. ആക്ട് 15/5/1969 നിലവിൽ വന്നത്. റൂള് 14/7/1969 നിലവിൽ വന്നത്. നമുക്ക് 110 സെക്ഷനും 201 റൂളുമാണ് നിലവിലുള്ളത്. ഇതിലെ സെക്ഷൻ 1 നമുക്കൊന്ന് പഠിക്കാം. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെൻറ്റ് ആണിതിൽ പറയുന്നത്. ഷോർട്ട് ടൈറ്റിൽ ഉദ്ദേശിച്ചത് നമ്മളെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, അതിനെ ആക്ട് 21 ഓഫ് 1969 എന്നാണ് അറിയപ്പെടുന്നത്. സെക്ഷൻ 2-നകത്ത് കുറേ ഡെഫിനിഷൻസ് ആണ് പഠിക്കേണ്ടത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. കുറച്ച് ഡെഫിനിഷൻസ് ഞാൻ പറയുന്നുണ്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ എ എന്ന് പറയുന്നത് അപ്പെക്സ് സൊസൈറ്റിയെ പറ്റിയാണ് പറയുന്നത്. ഇതിനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ അടുത്ത് വരുന്ന ക്ലാസ്സുകൾ പഠിക്കുന്നതായിരിക്കും. സെക്ഷൻ 2AB എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ പറ്റിയും പറയുന്നു. സെക്ഷൻ 2B ബൈലോയെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 2 സബ്സെക്ഷൻ സി സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 2 സബ്സെക്ഷൻ ഡി സെൻട്രൽ സൊസൈറ്റിയെക്കുറിച്ച് പറയുന്നു. സെക്ഷൻ 2 സബ്സെക്ഷൻ DA ചീഫ് എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറയുന്നു. സെക്ഷൻ 2 സബ്സെക്ഷൻ ഇ മാനേജിംഗ് കമ്മിറ്റിയെക്കുറിച്ച് പറയുന്നു. സെക്ഷൻ 3 എന്ന് പറയുന്നത് രജിസ്ട്രാറെ കുറിച്ചാണ് പറയുന്നത്. ആരായിരിക്കണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ ആയിട്ടുള്ള IAS ഓഫീസർ ആയിരിക്കണം. അദ്ദേഹത്തെ കേരള ഗവൺമെൻറ് ആയിരിക്കും അപ്പോയിൻ്റ് ചെയ്തത്. ഓക്കെ, ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്നു. അദ്ദേഹം നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരിക്കും. അദ്ദേഹത്തെ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ടു കോപ്പറേറ്റീവ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സെക്ഷൻ 4 എന്ന് പറയുന്നത് സൊസൈറ്റീസ് വിച്ച് മേ ബി രജിസ്റ്റേർഡ്. എന്തിനാണ് സൊസൈറ്റീസ് രൂപീകരിക്കുന്നത് വെച്ചാൽ മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടാണ് സൊസൈറ്റീസ് രൂപീകരിക്കുന്നത്. എങ്ങനെയുള്ള സൊസൈറ്റീസ് രൂപീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. നമ്മൾ അടുത്ത ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. സെക്ഷൻ 5 സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഓൺലി ക്യാൻ ബി രജിസ്റ്റേർഡ്. അതായത് ഒരു സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പ്, അതായത് ലിക്വിഡേഷൻ്റെ സമയത്ത് ഇവരുടെ മെമ്പേഴ്സിന് എത്ര ബാധ്യത ഉണ്ടാവും എന്നുള്ളത് അവരുടെ ബൈലോ ഉണ്ട്. ആ ബൈലോയിലാണ് ഉള്ളത് പ്രകാരമായിരിക്കും. അല്ലാതെ അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളൊരു സൊസൈറ്റി രൂപീകരിക്കാൻ ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ചെയ്യാൻ പറ്റില്ല. താങ്ക് യു.